ട്രംപ് യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അതിൻ്റെ മോട്ടീവാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ മോട്ടീവ് ഒന്നുമല്ല നെതന്യാഹുവിൻ്റെ സമ്മർദ്ദം മാത്രമാണ് അതിൻ്റെ മോട്ടീവ്. വേറെ ഒരു തരത്തിലുള്ള ഗുണങ്ങളും അമേരിക്കയ്ക്കോ അമേരിക്കൻ ജനതയ്ക്കോ പ്രസിഡന്റ് ട്രംപിന് തന്നെയോ കൊണ്ട് നമുക്ക് കരുതാൻ ഇപ്പം ന്യായമില്ല. ഒന്ന്, അമേരിക്കയിൽ ഇപ്പോൾ ഇൻഫ്ലേഷനുണ്ട്. ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇൻഫ്ലേഷൻ ഒരു 0.5% വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതുവരെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചു വരുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ജനങ്ങൾ അത്ര ബാധിക്കില്ല. ഇപ്പോൾ അമേരിക്കയിൽ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ, ആ പ്രൊട്ടസ്റ്റുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ വിയറ്റ്നാം യുദ്ധകാലത്തുണ്ടായതുപോലൊരു പ്രൊട്ടസ്റ്റും പാൻ അമേരിക്ക ലെവലിലാണ് ഉണ്ടായിട്ടില്ല. അമേരിക്ക എല്ലായിടത്തും ഉണ്ടാകുന്ന രീതിയിലോ അല്ലെങ്കിൽ പൊതുവെ ഗ്രാസ് റൂട്ടിൽ ജനങ്ങൾ മുഴുവൻ സംഘടിച്ച് യുദ്ധത്തിന് രംഗത്ത് വരുന്ന ഒരു പ്രൊട്ടസ്റ്റും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ അമേരിക്കൻ കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ളൊരു കാര്യം, ഈ യുദ്ധം കോൺഗ്രസിൻ്റെ അനുമതി കൂടി വേണം എന്ന ഒരു പ്രമേയം ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെ വോട്ട് ചെയ്ത് ഔട്ട് ചെയ്തു. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിനൊപ്പമാണ് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ജനകീയ സമ്മർദ്ദം ട്രംപിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല ഇപ്പോഴും. അതായത് ഇസ്രായേലിൻ്റെ ഗസ യുദ്ധത്തിൽ ഇസ്രായേലിനുള്ള അമേരിക്കൻ പിന്തുണയ്ക്കെതിരെ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള അത്ര പ്രൊട്ടസ്റ്റ് പോലും ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പ്രൊട്ടസ്റ്റ് ഉണ്ട്, പക്ഷേ ഈ യുദ്ധം നിർത്തണം, അടിയന്തരമായി നിർത്തണം എന്ന തരത്തിലുള്ളൊരു വലിയ ആൻറ്റി വാർ മൂവ്മെൻ്റ് ഒന്നും അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴും. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ട്രംപിന് അങ്ങനെ ഈ യുദ്ധത്തിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളില്ല. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? എക്കണോമിക് വാറാണ്. അതായത് ഹോർമോസ് കടലിൽ അടച്ചുകൂടി ഉണ്ടായിട്ടുള്ള സപ്ലൈ ചെയിൻ ബ്ലോക്ക്, പിന്നെ എനർജി ക്രൈസിസ്, ഇതൊരു റിയൽ ക്രൈസിസ് ആണ്. അമേരിക്കയിലും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ട്. അവിടുത്തെ ഫ്യൂൽ പ്രൈസും കൂടുന്നുണ്ട്. അതാണ് ഇൻഫ്ലേഷൻ കാരണമാകുന്നത്. അങ്ങനെയുള്ള അതുപോലെ യൂറോപ്പ് വളരെ ബ്ലീഡ് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ ബ്ലീഡ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയ്ക്ക് നേരിടുന്ന തിരിച്ചടി ഒന്ന് സാമ്പത്തിക രംഗത്താണ്, മറ്റൊന്ന് നയതന്ത്ര രംഗത്താണ്. ഇതുവരെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ കൂടെ എല്ലാ തോന്നിവാസത്തിനും കൂടെ വന്നിട്ടുള്ള നാറ്റോ അംഗരാജ്യങ്ങൾ ഞങ്ങൾ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് കൈയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ പോയി ചെയ്തോ, ഞങ്ങളില്ല. ഇത് അമേരിക്കയെ സംബന്ധിച്ചൊരു നാണക്കേട് എന്ന് മാത്രമല്ല, അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന നിലപാടാണ് യൂറോപ്പിൻ്റേത്. ആ നിലപാടിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് നമ്മൾ പോപ്പിൻ്റെ വായിലൂടെ കേട്ടത്. കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. കാത്തലിക് യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ഫൈറ്റാണ് പോപ്പിൻ്റെ വായിലൂടെ വരുന്നത്. ട്രംപ് ഈ ജീസസിൻ്റെ പടം പോസ്റ്റ് ചെയ്തുകൊണ്ട് കളിയാക്കുന്നു, യൂറോപ്പിനെ കളിയാക്കുന്നു. ഇത് വളരെ ഗുരുതരമാണ് അമേരിക്കയും യൂറോപ്പുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച്. ഒരുപക്ഷെ ട്രംപ് അധികാരമേറ്റ ശേഷം നാറ്റോയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ തോതിൽ ഒലിച്ചിട്ടുണ്ടായിരുന്നു. യൂറോപ്പുമായിട്ട് തെറ്റിയിട്ടുണ്ട് പല കാര്യങ്ങളിലും, റഷ്യയുടെ കാര്യം ഉൾപ്പെടെ. ഇത് അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ യൂറോപ്പുമായിട്ടുള്ള ബന്ധം ഏറ്റവും കൂടുതൽ വലയുന്ന ഒരു ചരിത്ര സന്ദർഭം കൂടിയാണ്. ഇത് വളരെ നിർണായകമായൊരു കാര്യമാണ്. ഇനി യുദ്ധം തുടരുമോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് പോയിന്റിലാണ് യുദ്ധം നിലയ്ക്കാത്തത്? യുദ്ധത്തിൻ്റെ ഒരു പോയിന്റ് ലെബനാനാണ്. കാരണം ഗസ യുദ്ധത്തിൽ അവർക്ക് വേണ്ടത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഇസ്രായേലിൻ്റെ സ്വയം തിരിച്ചറിവ്, അത് അമേരിക്ക തിരിച്ചറിവുണ്ട്. അവർക്കിത് എക്സ്പാൻഡ് ചെയ്തേ പറ്റൂ യുദ്ധം, ഗസ അല്ലെങ്കിൽ ലെബനാൻ. അപ്പോൾ ഇന്ന് സദേൺ ലെബനാനിനെ നോർത്തേൺ ലെബനാനുമായി ബന്ധിപ്പിക്കുന്ന അവസാനത്തെ പാലം ഒരു ബോംബിട്ട് തകർത്തിട്ടുണ്ട് ഇസ്രായേൽ. അതായത് അവർ അധിനിവേശം തുടരുകയാണ്. ഒരു വശത്ത് വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോഴും വാർത്തയേ ആവാത്ത വിധം വളരെ സ്ലോലി അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗസയെക്കുറിച്ച് ഇപ്പോൾ വാർത്തയില്ല. ലെബനാനിലേക്ക് അവർ അധിനിവേശം വ്യാപിപ്പിക്കുകയാണ്. വീണ്ടും ലെബനാനും ഇസ്രായേലും തമ്മിലുള്ള ടോക്ക് നടക്കുകയാണ്. ഹിസ്ബുള്ളയായിട്ടല്ല, ലെബനാൻ സർക്കാരുമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഹോർമൂസ് കടലിലേക്ക് എല്ലാവരും തിരിഞ്ഞേക്കുമ്പോൾ ലെബനാനിൽ വേറെ യുദ്ധം, ഒരുപക്ഷെ കുറേ കൂടി രൂക്ഷമായ യുദ്ധം നടക്കുകയാണ്. ഇവിടെ ഒരു എക്കണോമിക് വാർഫെയർ ആണെങ്കിൽ അവിടെ ശരിക്കും നമ്മൾ ഗസയിൽ കണ്ടതുപോലെ സിവിലിയന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാജക്ടറി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. യുദ്ധം നിൽക്കുമോ ഇല്ലേ എന്നുള്ളതല്ല. യുദ്ധം ഹോർമൂസ് കടലിൽ നിന്നാലും യുദ്ധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും. ലെബനാൻ അതിർത്തിയും മറ്റും തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് പറയാനുള്ളത്.